ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. എത്ര പെട്ടെന്നാണ് ഡിസംബറിലെത്തിയത്. അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒരു കുറച്ച് സമയം നമ്മുടെ കൃഷിയുടെ ലോകത്തിലേക്കൂടെ വരണം. ഹലോ, നമസ്കാരം. ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിലെ കൃഷിയാണ്. ഡിസംബർ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് വിത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minislife.com വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരം വിത്തുകളും അതേപോലെ തന്നെ കൃഷി സാധനങ്ങൾ, അതായത് ഇഞ്ചി, മഞ്ഞൾ, കൂവ, നമ്മുടെ കസ്തൂരി മഞ്ഞൾ, ഇങ്ങനെയുള്ളതായ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടും പറ്റും. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു കുളിരുള്ള സമയം, നല്ലൊരു തണുപ്പ്, മഞ്ഞൊക്കെ ഉള്ളതായ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കിടക്കണമെന്നൊക്കെ തോന്നുന്നതായ ഒരു സമയമാണ്. പക്ഷേ നമ്മൾ കിടന്നാലൊന്നും പറ്റത്തില്ല. കിടന്നാൽ എന്താണ്, നമ്മുടെ ദാരിദ്ര്യമൊക്കെ വഴിപോക്കനെ പോലെ വരുമെന്നാണ് ബൈബിളിലൊക്കെ പറഞ്ഞേക്കുക. കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, നിങ്ങളുടെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, കുറച്ച് സമയം നമ്മൾ അധ്വാനിക്കണം. രാവിലെ ഒരു മണിക്കൂർ, വൈകുന്നേരം ഒരു അരമണിക്കൂർ നമ്മൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ വേണ്ടുന്നതായ പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഡിസംബർ മാസത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന പച്ചക്കറികളെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് ശീതകാല പച്ചക്കറികളാണ്. ശീതകാല പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ, വയലറ്റ് ക്യാബേജ്, ചൈനീസ് ക്യാബേജ്, തക്കാളി, ഇങ്ങനെ അങ്ങോട്ട് പോകും, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതെല്ലാം നമുക്ക് ശീതകാല പച്ചക്കറികൾ ആണ്. ശീതകാല പച്ചക്കറികൾ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റിയ ഒരു സമയം കൂടെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ബ്രൊക്കോളിയൊക്കെ അതിന് വളമിട്ട വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് വളമിട്ടാലും നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുമെന്നും ആ വളം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വളം നമ്മൾ കൊടുക്കണമെന്നും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ആ കോഴിവളമൊക്കെ കൊടുത്ത് അതൊന്ന് പറയുകയാണ്. എന്നാലും കോഴിവളമൊക്കെ കൊടുത്തതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിങ്ങൾക്ക് കോഴിവളം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് വളം വേണമെങ്കിലും കൊടുക്കാം. നമ്മുടെ കിച്ചണിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്നതായ കിച്ചൺ വേസ്റ്റുകളൊക്കെ കമ്പോസ്റ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. കുറേ പേര് കമ്പോസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പച്ചക്കറികൾക്ക് ഇട്ട് കൊടുക്കാം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ജൈവസ്ലറിയും കൂടെ ഉണ്ടാക്കി വെച്ചു ഈ ചെടികൾക്കൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ ടപ്പേന്ന് വളരുകയും നല്ലതുപോലെ വിളവ് തരികയും ചെയ്യും. ഈ വളപ്രയോഗമൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ വളം കൊടുത്താൽ മാത്രം പോരാ, പിന്നെ അവരെ ഒന്ന് കെയർ ചെയ്യണം, നോക്കണം. ഡെയിലി നമ്മൾ നോക്കിയാൽ മാത്രമേ ഈ ശീതകാല പച്ചക്കറികളൊക്കെ പുഴുവിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പെട്ടെന്നാണ് പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സൂഡോമോണസ് 10 ദിവസം കൂടുമ്പോൾ സൂഡോമോണസ് കൊടുക്കാം, ബിവേറിയ കൊടുക്കാം, അതുപോലെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, ഇതൊക്കെ മാറി മാറി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കീടത്തിനെ ഒഴിവാക്കാം. കൂടാതെ നമ്മുടെ ശ്രദ്ധ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മരുന്നൊന്നും തളിക്കാതെ തന്നെ നമുക്ക് പുഴുവിനെയൊക്കെ അകറ്റി നിർത്താനായിട്ടും സാധിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രോ ബാഗിലും അതേപോലെ തന്നെ മണ്ണിലും കോളിഫ്ലവറും ക്യാബേജും ബ്രൊക്കോളിയൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. ഇപ്പം ഗ്രോ ബാഗിനകത്ത് ഞാൻ നട്ടിരിക്കുന്നതായ എൻ്റെ കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജാണിത്. 3 ലൈനായിട്ട് ഇങ്ങനെ നട്ടിരിക്കുകയാണ്. എല്ലാം നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പം കുറച്ച് ഞാൻ പറമ്പിലും നട്ടിട്ടുണ്ട്. അപ്പം പറമ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബേജും കോളിഫ്ലവറും ബ്രൊക്കോളിയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാം. അവർ നല്ല ഫ്രീ ആയിട്ട് വളർന്നോളും. കണ്ടില്ലേ, നല്ല ആരോഗ്യത്തോടെ വളർന്ന് നിൽപ്പുണ്ട്. ഇപ്പം വളരുന്നതിനനുസരിച്ച് നമ്മൾ മണ്ണും വളവും കയറ്റി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആരോഗ്യത്തോടെ വളർന്നു വരും. കുറച്ച് പൊന്നാങ്കണ്ണി നട്ടിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ളതായ വഴുതനകൾ. അടുത്തയാണ് നമുക്ക് ചീര. ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം അധികം മഴയൊന്നുമില്ല. ഈ മഞ്ഞിൻ്റെ വെള്ളം കൊണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നമുക്ക് ചീര വളർത്തിയെടുക്കാം. കൂടാതെ കീടശല്യങ്ങളൊന്നും ഇല്ലാതെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ചീരയുടെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെയൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പം ചീരയൊക്കെ നടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നടുമ്പം തന്നെ അതിൻ്റെ മണ്ണിനകത്ത് നമ്മൾ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറമേ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ചീര നമ്മൾ 1-2 ഗ്രോ ബാഗിനകത്ത് നമ്മൾ പാകി വെക്കുകയെന്നുണ്ടെങ്കിൽ വളരുന്നതിനനുസരിച്ച് വളർച്ച ഒരുപാടുള്ളതിനെ നമ്മൾ മാറ്റി നടുക. അപ്പം മാറ്റി നടുന്നതിനനുസരിച്ച് ചെറുത് നന്നായി വളർന്നു വരികയും ചെയ്യും. അപ്പം അങ്ങനെ പല പല ഘട്ടത്തിൽ നമുക്ക് ചീര നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ പയറാണ്. എല്ലാ പ്രാവശ്യവും നമുക്ക് എല്ലാ മാസത്തിൽ നടാവുന്നതാണ് പയറെന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്, ഇഷ്ടം പോലെ വെറൈറ്റികളുണ്ട്. നമുക്ക് 1-2 പയർ മാത്രമല്ല കേട്ടോ, ഒരു 10-12 കുറ്റിപ്പയറും അല്ലാത്ത നീളം പയറും ഒക്കെ ആയിട്ട് 10-12 ടൈപ്പോളം പയറുകളുണ്ട്. അങ്ങനെ പയർ മാത്രമല്ല, എല്ലാ ടൈപ്പിലുള്ളതായ പച്ചക്കറികളും പല ഇനത്തിലാണ് വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് വാങ്ങിച്ച് നടുവെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ളതായ പയറുകളും അതുപോലെ വഴുതനകളും ഒക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ്. പയർ പല പ്രായത്തിൽ നട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും പയർ നടുന്നതിനോട് ഭയങ്കര താല്പര്യമാണ്.
ഇത് പൂക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും എനിക്ക് അത്യാവശ്യം വലുതായ പയർ ഞാൻ നട്ടുപിടിപ്പിക്കും. പല പ്രായത്തിൽ നമ്മളിവിടെ പയർ നട്ടിരിക്കുകയാണ്. കുറച്ച് വള്ളിയിൽ പന്തലിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് 5-6 ഇല പരുവായത്, 4 ഇല പരുവായത്, ഇങ്ങനെ പല പരുവത്തിൽ നിൽപ്പുണ്ട്. ഒന്നിൻ്റെ പിടുത്തം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പയർ പറിക്കാനായിട്ട് കഴിയണം. ആ രീതി വേണം നമ്മളെപ്പോഴും നടാൻ. ഒരുപാട് നട്ട് നമ്മൾ ഇതാക്കുന്നതിനേക്കാൾ നല്ലത് കുറേശ്ശെ നടുക. അപ്പോൾ എല്ലാ സമയത്തും നമുക്ക് വിളവെടുക്കാനും കറി വയ്ക്കാനും ഒക്കെ സാധിക്കും. പിന്നെ അടുത്തയാണ് വഴുതനയെന്ന് പറയുന്നത്. വഴുതനയും നടാൻ പറ്റിയ സമയമാണ്. അപ്പം വഴുതനയിലൊക്കെ പെട്ടെന്ന് കീടശല്യമൊക്കെ ഉണ്ടാകുന്നു എന്ന് കുറേ പേര് പറയുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ സ്യൂഡോമോണസ് കൊടുക്കാം, ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമൊക്കെ നമ്മൾ തളിച്ചു കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ടം വേണം. ഈ കേടാവുന്ന ഇലകളെയൊക്കെ നമ്മൾ പറിച്ച് മാറ്റിക്കളയുക. മണ്ടയൊക്കെ വാടി നിൽക്കുകയാണെങ്കിൽ മണ്ടയൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയ തളിർപ്പുകളൊക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. ഇഷ്ടംപോലെ പൂക്കളും വരുന്നതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ വരുന്നതായ സമയത്ത് ഒന്ന് പുകയൊക്കെ തട്ടിക്കുകയെന്നുണ്ടെങ്കിൽ ആ പൂക്കളൊക്കെ കായ്കളായിട്ട് കിട്ടും. പിന്നെ ഈ പൂക്കൾ വരുന്ന സമയത്ത് ഫിഷ് അമ്മനോ ഉണ്ടെങ്കിൽ നമ്മൾ ഫിഷ് അമ്മനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഫിഷ് അമ്മനോ എഗ് അമ്മനോ ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതിനെല്ലാം ഒഴിവാക്കാനും നല്ല വലിപ്പമുള്ള കായ്ഫലങ്ങൾ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അടുത്താണ് വെണ്ടയ്ക്കയും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു 10 മൂടെങ്കിലും നമുക്ക് നടുവാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. നമുക്ക് എപ്പോഴും വേണ്ടുന്നതാണ് വെണ്ടയ്ക്ക അല്ലേ. അപ്പോൾ ഒരു സാമ്പാറിനകത്ത് ഇടാനോ അല്ലെങ്കിൽ തോരൻ വയ്ക്കാനോ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാനൊക്കെ പച്ചടി ഉണ്ടാക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു 10 വെണ്ടയ്ക്കയെങ്കിലും നടാനായിട്ട് ശ്രമിക്കുക. വെണ്ടയ്ക്ക ഇങ്ങനെ നട്ട് വരികയാണ് കേട്ടോ. ഇപ്പം കൊമ്പൻ വെണ്ടയാണ് നട്ടിരിക്കുന്നത്. 2 ഇല പരുവായി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പം വെണ്ട കൃഷിയൊക്കെ ചെയ്യുന്നവർക്കറിയാം പലതരത്തിലുള്ളതായ വെണ്ടയ്ക്കകളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? സൽകീർത്തിയുണ്ട്, റെഡ് വെണ്ടയുണ്ട്, മരവെണ്ടയുണ്ട്, അനാമികയുണ്ട്, കൊമ്പൻ വെണ്ടയുണ്ട്, പിന്നെ നമ്മുടെ കസ്തൂരി വെണ്ടയുണ്ട്. ഇങ്ങനെ കുറേ ടൈപ്പിലുള്ളതായ വെണ്ടയ്ക്കകൾ, പല ടൈപ്പിലും നിറത്തിലും വലിപ്പത്തിലും ഒക്കെ ഉള്ളതായ വെണ്ടയ്ക്കകൾ അവൈലബിൾ ആണ്. നമ്മുടെ വെബ്സൈറ്റിൽ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതുമാണ്. എല്ലാ സമയത്തും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണ് തക്കാളി എന്ന് പറയുന്നത്. തക്കാളി നമുക്ക് ഈ ഡിസംബർ മാസം മുതൽ മാർച്ച് വരെ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നതാണ്. കൂടാതെ നമുക്ക് എല്ലാ സമയത്തും തക്കാളി നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. സീസൺ അനുസരിച്ച് നടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് അതിന് അത്യാവശ്യം വേണ്ടതായ വിളവും നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ തക്കാളിയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത തക്കാളിയൊക്കെ നട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മണ്ണടിപ്പിച്ചും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുമൊക്കെ നിർത്തിയിരിക്കുക. പിന്നെ കുറച്ച് അമരയുണ്ടല്ലോ, അമര കിളിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ ഒരു കവറ് പൊട്ടിച്ച്, നമ്മൾ കൊടുക്കുന്ന കവറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇട്ടപ്പം കണ്ടോ അമര കിളിച്ച് വരുന്നുണ്ടോ? മൊത്തം ഒരെണ്ണം പോലും പോകാതെ എല്ലാം കിളിച്ച് വന്നിട്ടുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ പാവൽ കൃഷിയാണ്. പാവലും നമുക്ക് നന്നായിട്ട് വളർത്തി നമുക്ക് വിളവൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഒരു 10 മൂടോളം പാവൽ ഇവിടെ നട്ടിട്ടുണ്ട്. അത് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. മുകളിലോട്ട് പന്തലിലോട്ട് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് പൂക്കളും വരാൻ തുടങ്ങി, കായകൾ വരാനായിട്ട് തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ പടർന്ന് കയറുന്നതായ പീച്ചിൽ, പടവലം, ചുരയ്ക്ക ഇതൊക്കെ നമുക്ക് നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു നോട്ടം, വളം, വെള്ളം ഇതൊക്കെ നമ്മൾ വേണ്ടുന്ന രീതിയിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ചോളമൊക്കെ നമ്മൾ എപ്പം നട്ടാലും ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ വിളവെടുക്കുമ്പോഴത്തേക്ക് അടുത്തതിനെ ഞാൻ നട്ടിട്ടുണ്ട്. അതും നന്നായിട്ടാണ്ട് 2 ഇല പരുവമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നട്ടിട്ട് ഇപ്പം ഒരു 5-6 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഒരു 10-15 മൂടി ഞാൻ ഈ ലൈനിൽ നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നിത്യവഴുതന നട്ടിരുന്നതായ ഇടത്തിലാണ്ട് ഇഷ്ടംപോലെ വിത്തുകൾ വീണിട്ട് കുറേ എണ്ണം ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. നമ്മൾ വിളിക്കാത്ത അതിഥികളെന്ന് പറയത്തില്ലേ, അതേപോലെയാണ് കണ്ടോ. ഇച്ചിരി വെള്ളവും ഇച്ചിരി മണ്ണും കിട്ടിയാൽ മതി, നിമിഷ നേരം കൊണ്ടങ്ങ് വളരും. ചിലർ പറയും വിത്തിട്ടിട്ട് കിളിച്ചില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ അതങ്ങ് കിളിച്ച് വന്നോളും. നമ്മുടെ കപ്പകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ മാസത്തിലും നമ്മളൊരു 10 മൂട് കപ്പയെങ്കിലും നടുമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ രാവിലെയൊക്കെയോ വൈകുന്നേരമോ ഒക്കെ നമുക്കൊന്ന് പുഴുങ്ങി തിന്നാനായിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഓടി വന്ന് നമുക്ക് പറിച്ചിട്ട് കഴിക്കാനായിട്ട് സാധിക്കും അല്ലേ. നമ്മൾ കടകളിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മുടെ മുറ്റത്തുനിന്ന് പറിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പറിക്കുമ്പോൾ ഇഷ്ടം പോലെ ചീനിയാണുള്ളത്. ഇപ്പം അടുത്തെന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെയും നമ്മൾ കുറേ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ചീനിക്കമ്പ് പറിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ കമ്പ് പിന്നെയും നമ്മളങ്ങ് നടും. അപ്പം അങ്ങനെ എവിടെ നോക്കിയാലും നമുക്കൊരു 10 മൂട് കപ്പ എപ്പോഴും പറിക്കാനായിട്ട് കാണും. അപ്പം ഈ കപ്പയുടെ കമ്പും കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മളത് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ വന്ന്
അഭിപ്രായപ്പെടുക. അപ്പോൾ കുറേ പേര് നമ്മുടെ കൃഷി വീഡിയോസൊക്കെ കണ്ടിട്ട് കൃഷിയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എവിടെ ചെന്ന് നിന്നാലും മിനി എന്ന് പറഞ്ഞിട്ട് ഓടി വരാൻ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. മിനിയുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങളും നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷമായിട്ട് എല്ലാവരും കൃഷിയുടെ ലോകത്തേക്കൊക്കെ വരുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നമ്മൾ പിന്നെ വിത്തുകൾ കൂടാതെ തന്നെ നമ്മുടെ കൃഷി വിളകളൊക്കെ നമ്മൾ കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചേമ്പ്, അതുപോലെ കസ്തൂരി മഞ്ഞൾ, കൂവ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ പൊന്നാങ്കണ്ണി ചീര കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളവർ www.minislivestock.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ഇതെല്ലാവരും കൃഷി ചെയ്യണം. നമ്മുടെ പറമ്പിൽ തന്നെ നമ്മളിതൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വിളവെടുത്തിട്ട് നമ്മളത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ആനന്ദവും നമുക്കൊരു പ്രത്യേക ഹെൽത്തുമാണ്. അതൊക്കെ ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. പിന്നെ അതിൽ നിന്ന് വിളവെടുക്കുമ്പോഴും അത് കഴിക്കുമ്പോഴും അതിനേക്കാൾ ഇരട്ടി സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ വെള്ളരി, മത്തൻ, സലാഡ്, കുക്കുംബർ ഇതും നമുക്ക് നടാവുന്നതാണ്. അത്യാവശ്യം നമ്മൾ പറമ്പിലോ ഗ്രോ ബാഗിനകത്തോ നടുകയെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗിനകത്ത് സലാഡ്, കുക്കുംബർ നട്ടു. ഇഷ്ടം പോലെ എനിക്ക് വിളവെടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മത്തന് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. മത്തനും അത്യാവശ്യം എനിക്ക് വിളവ് കിട്ടി. ഇനി പിന്നെ നമുക്ക് വെള്ളരിയും നല്ല രീതിയിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കുന്നതായ ഒരു സമയമാണ്. അപ്പം തീർച്ചയായിട്ടും ഇതെല്ലാവരും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം വലുതായ 10 പച്ചക്കറികളെങ്കിലും നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്തോ ചാക്കിനകത്തോ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ബോൾസം ചെടി നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പൊട്ടി ഇവിടെ എല്ലാം അതിൻ്റെ അരി വീണിട്ട് കിളിച്ച് വരുമായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ 2 സൈഡിലും ഇങ്ങനെ നട്ട് നമ്മളിങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഇങ്ങനെ പൂക്കളുമായിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ രസമല്ലേ. അങ്ങനെ ഈ 2 സൈഡിൽ നട്ടിരിക്കുക. അപ്പോൾ എന്നിട്ട് അതുകൊണ്ട് പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ. അപ്പം കുറച്ച് വാടാമല്ലി, കുറച്ച് നമ്മുടെ ബോൾസം, ഇങ്ങനെയൊക്കെ നമ്മുടെ പറമ്പിലുമൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ടേ. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ നമുക്കൊന്ന് പോകുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളുടെ വിത്തുകൾ മാത്രമല്ല കേട്ടോ, ഇപ്രാവശ്യം ഇഷ്ടം പോലെ പൂക്കളുടെ വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലോട്ടൊന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ, ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ പേരും വിവരങ്ങളും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പം പച്ചക്കറികളോടൊപ്പം തന്നെ നിങ്ങൾ ഗാർഡനും സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെയും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.